പ്രൈസിലോ ഇന്ന് ഞാനും റോയ് പാസ്റ്ററും ഒന്നിച്ചുണ്ട്. നമ്മൾ ഈ ഇസ്രായേലിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയത്തില്ല യാദൃച്ഛികമല്ലെന്ന്. ഇത് യാദൃച്ഛികമല്ല, പ്ലാൻഡ് അല്ല കേട്ടോ, എന്നാൽ കോയിൻസിഡൻസും അല്ല. ദൈവം ക്രമീകരിച്ച ഒരു അത്ഭുതം എന്ന് പറയാം. കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കൂടെ നാട്ടിൽ വന്നു. പാസ്റ്റർ ഒരു മീറ്റിങ്ങിന് വന്നു, ഞാനൊരു കല്യാണത്തിന് വന്നു. എന്നാൽ തിരിച്ച് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഒന്നിച്ച് മുട്ടിമുട്ടി. ഈ ആഴ്ച ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്തതുകൊണ്ട് നമ്മുടെ റെഗുലറായിട്ടുള്ള എപ്പിസോഡ് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒന്നിച്ച് ഒരു ട്രെയിനിൽ പ്ലാൻ ചെയ്യാതെ ഞങ്ങൾ ഒന്നിച്ച് വന്നത്. അപ്പം ദൈവം കോർഡിനേറ്റ് ചെയ്തതല്ലേ, ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇത് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കത്തില്ലല്ലോ പാസ്റ്ററെ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ എപ്പിസോഡ് നടന്നില്ല. അതാ ഈ ആഴ്ച നമ്മുടെ പെൻഡിങ്. അപ്പൊ ഇത് നടക്കണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാ, ദൈവം കോർഡിനേറ്റ് ചെയ്തതാ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ പാസ്റ്ററുടെ ഫോൺ എനിക്ക് വരുന്നു, എവിടെയാ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോഴേ ഞാൻ പറഞ്ഞത് കായംകുളത്ത് നിൽക്കുക. അപ്പൊ പാസ്റ്റർ പറഞ്ഞ് ഞാൻ കായംകുളത്തേക്ക് വരികയാണ്. ദൈവത്തിന്റെ സ്വന്തം. ഞാൻ ബാംഗ്ലൂരിന് പോകുക. ബാംഗ്ലൂരിൽ 2 ദിവസം മീറ്റിംഗ് ഉണ്ട്. എന്തായാലും ഇന്ന് അല്പകാര്യങ്ങള് ഇവിടെ ഫുഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. വെജ് ബിരിയാണി, ഖാനയൊക്കെ വരുന്നുണ്ട്. എന്തായാലും അന്തരീക്ഷം വളരെ നല്ലതാണ്. ട്രെയിനിൽ വെച്ച് നടത്തുന്ന എപ്പിസോഡ്. യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി. മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കുറെ സമയങ്ങൾ ഇന്ന് സംസാരിക്കാനാ ഞങ്ങളുടെ ഒരു തീരുമാനം. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങുന്നത് പാസ്റ്റർ അല്ലേ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിന്റെ ചരിത്രങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ, ഇസ്മായിലിന്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ നിർത്തി. എന്താണ് ഈ വൈര്യത്തിന്റെ ഒരു പ്രധാന കാരണം എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു നിർത്തുവാനിടയായി തീർന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളില്ലേ എന്റെ ശ്രദ്ധയ്ക്ക് വിഷയഭവിച്ച മറ്റൊരു കാര്യം, ഈ ഇസ്രായേൽ കനാനിൽ എത്തിയ ശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രവാസത്തിൽ പോയിട്ടുണ്ട്. പിന്നെയും ആ പ്രവാസങ്ങളൊന്നും യാദൃച്ഛിക സംഭവങ്ങളായിരുന്നില്ല. ദൈവം മോശയിലൂടെ ആവർത്തന പുസ്തകത്തിൽ മുൻപേർ പറയുന്നുണ്ട്, ജനം പാപം ചെയ്താൽ അവരുടെ വാഗ്ദത്ത ദേശത്തു നിന്ന് എങ്ങനെ ശത്രു അവരെ ദൂരെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല പ്രവാസങ്ങളിലേക്ക് അവർ പോയ കുറെ ചരിത്രങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്നും ഇസ്രായേൽ ചിതറിക്കിടക്കുന്നിടത്തുനിന്ന് മടങ്ങി വരുമ്പോൾ അതിന് പിന്നിൽ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അതിന്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിൽ മോശയുടെയും മറ്റും പ്രവചനങ്ങൾ, ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ദൈവം കൊടുത്ത വാഗ്ദത്തം, ദൈവം കൊടുത്ത ഉടമ്പടികളുടെ ലംഘനം നടക്കുമ്പോൾ എന്ത് സംഭവിച്ചു, ഇതൊക്കെ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിയല്ലേ പാസ്റ്റർ? ശരി, തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ആ ഭാഗം ഒന്ന് തുടങ്ങാം. ദൈവം കൊടുത്ത ഉടമ്പടികളും ദൈവത്തിന്റെ വചനം ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറെ വേദപുസ്തക ഭാഗങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പാസ്റ്റർ അത് ഒന്ന് നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. ഒരിക്കൽ കൂടെ എല്ലാ പ്രേക്ഷകരോടും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇതൊരു യാദൃച്ഛികമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയാലും പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ ആയിരിക്കാം, ദൈവം കരുതി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇസ്രയേലിന്റെ എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം, അത് എന്ന് തൊട്ട് തുടങ്ങിയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇന്ന് അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരിക. നമ്മൾ ആദ്യമേ ചിന്തിച്ചായിരുന്നു ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഉത്ഭവം യാക്കോബിൽ കൂടെയല്ല, അബ്രഹാമിൽ കൂടെയല്ല, ദൈവത്തിന്റെ അനാദികാല നിത്യതയിൽ ഒരു പ്ലാൻ ആയിരുന്നു ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു രാജ്യം. പക്ഷേ ഈ ജനത്തിൽ കൂടെ ദൈവത്തിന് പല കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജാതികളായ അനേക കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യണം. അതിന് ദൈവം ഇസ്രയേലിനെ നടത്തിക്കൊണ്ടുവരുന്ന വഴിയിൽ എവിടുന്ന്, മിസ്രൈമിൽ നിന്നോണ്ട് ദൈവം അവരെ 430 സംവത്സരം, 4 തലമുറ അവരുടെ അടിമത്തം കഴിഞ്ഞ് അവരെ നടത്തിക്കൊണ്ടുവരുന്ന വഴിയിൽ ദൈവം മോശയ്ക്ക് എഴുതപ്പെട്ട പ്രമാണം കൊടുത്തു. അതിനർത്ഥം അതിനു മുമ്പേ പ്രമാണമില്ലെന്നല്ല. അബ്രഹാമിന് പ്രമാണമുണ്ട്, ആദമിൽ തൊട്ട് പ്രമാണമുണ്ട്, പക്ഷെ എഴുതപ്പെട്ട പ്രമാണമല്ലായിരുന്നു. മോശയിൽ കൂടെ അതിന് വിളിക്കുന്ന പേരാണ് മോസൈക് ലോ, അല്ലെങ്കിൽ ലോ ഓഫ് സിനായ് മൗണ്ടനിൽ നടന്ന അതുവഴി കൊടുത്ത ലോ. ദൈവം എഴുതപ്പെട്ട പ്രമാണം കൊടുത്തു. ഈ പ്രമാണം ഇവർക്ക് കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരുഭൂമിയിൽ വെച്ചാണ്.
മരുഭൂമിയിൽ വെച്ച്. പലപ്പോഴും മരുഭൂമി അനേകർക്ക് തകർച്ചയെന്നാണ് അനേകർ ചിന്തിക്കുന്നത്. പക്ഷെ അല്ല, ബൈബിള് പഠിച്ചാലുണ്ടല്ലോ നമ്മുടെ ലൈഫിന്റെ ഒത്തിരി വ്യൂവും പെർസ്പെക്റ്റീവ്നെസ്സും മാറും. കാരണം ബൈബിൾ എവിടെ നോക്കിയോ എവിടെയെങ്കിലും ദൈവത്തിന് എൻകൗണ്ടർ നടക്കുന്ന എല്ലാം മരുഭൂമിയിലാണ്. ഒരു വാക്യം ഇപ്രകാരമുണ്ട്, പക്ഷേ ഞാൻ അവരെ മരുഭൂമിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയി, ഞാൻ കൃത്യമായി സംസാരിക്കും. അപ്പൊ എല്ലാവരുടെ ലൈഫ് നോക്കും, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ലൈഫ് നോക്കിക്കും. മരുഭൂമിയിലാണ് കർത്താവ് പലതിനെയും ജയിക്കുന്നത്. അവിടുന്ന് ജയാളിയായി തീർന്ന് സാത്താന്റെ പരീക്ഷകളെ ജയിച്ചു മുന്നേറും. അതുപോലെ ഇസ്രായേൽ മക്കൾക്കും, അതെ, ഇസ്രായേൽ മക്കൾക്ക് പാസ്റ്റർ ഇത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിച്ചൊരു ഭാഗം ഇതോട്ട് വളരെ ബന്ധമുള്ളത് കൊണ്ട് പറയുക. ഈ വേദപുസ്തകത്തിൽ ഒത്തിരി ക്ഷാമങ്ങളുടെ ചരിത്രമുണ്ട്, ഫാമീൻസ്. പക്ഷെ ഞാൻ പഠിച്ചൊരു കാര്യം, എല്ലാ ക്ഷാമങ്ങൾക്കപ്പുറമായിട്ട് ആ ക്ഷാമങ്ങൾ ഒരു വലിയ ദൈവിക പദ്ധതിയിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം തന്റെ ജനത്തെ നടത്തിയ പ്രത്യേക ദൈവത്തിന്റെ പ്ലാനായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാലേ, യാക്കോബിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായില്ലായിരുന്നെങ്കിൽ, യാക്കോബിനും മക്കൾക്കും ക്ഷാമം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും യാക്കോബ് തന്റെ മക്കളെ മിസ്രൈമിലേക്ക് അയക്കില്ലായിരുന്നു. അങ്ങനെ മിസ്രൈമിലേക്ക് അയച്ചില്ലായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ക്ഷാമം ഉണ്ടായതും മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നതും ഒരു വലിയ ദൈവിക പദ്ധതിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെന്ന് പറഞ്ഞ മകൻ മടങ്ങി വരുന്ന ദൈവിക പദ്ധതി, ആ മകനിലേക്ക് ദൈവം നടത്തിയത് ആ വഴി എന്തുവാ? ക്ഷാമമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ഷാമങ്ങൾ, ഈ പാസ്റ്റർ പറഞ്ഞ മരുഭൂമികളൊക്കെ വലിയ ദൈവിക പദ്ധതിയിലേക്ക്, നിയോഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിനുള്ള ദൈവിക പ്ലാനാണ്. പക്ഷേ വേറൊരു വേർഡും കൂടെ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാൻ പറ്റുന്നത്, അത് ഇന്ന് നമ്മൾ പറയുമ്പോൾ വേണമെങ്കിൽ പറയാം ഇതൊരു ജൂയിഷിന്റെ വേർഡാണെന്ന് പറയാം. പക്ഷെ അല്ല, ജൂയിഷിന്റെ എല്ലാ കൾച്ചറും ഒട്ടുമിക്ക കൾച്ചറും ബൈബിൾ ബേസ്ഡ് ആണ്. അവരുടെ ഒരു പ്രധാന കൾച്ചർ ഞാൻ നിങ്ങളോട് പറയാം, അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും. എവറി ക്രൈസിസ് ഓഫ് ദി വേൾഡ് ഇറ്റ്സ് എ ഓപ്പർച്യൂണിറ്റി ഫോർ ഇസ്രായേൽ. എവറി ക്രൈസിസ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ എല്ലാ ക്രൈസിസും അവരുടെ മെന്റാലിറ്റി അങ്ങനെ. നമുക്ക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് സമയാന്തരത്തിൽ പാട്ടാണ്. പക്ഷെ അവർക്ക് എവറി ക്രൈസിസ് ഓഫ് ദ വേൾഡ് ഇറ്റ്സ് എ ഓപ്പർച്യൂണിറ്റി ഫോർ ഇസ്രായേൽ. ഇസ്രായേലിനെ മരുഭൂമിയിൽ വെച്ച് ദൈവം പണിതതൊക്കെ ഇതിനു വേണ്ടിയായിരിക്കും. അവര് മരുഭൂമിയിൽ കൂടെ വരുന്ന വഴിക്ക് ദൈവം അവർക്ക് ടോട്ടലി 613 കൽപ്പനകൾ കൊടുത്തു. 613 613 കമാൻഡ്മെന്റ്സ് കൊടുത്തു. ആ 613 കൽപ്പനകളെ നമ്മൾ പഠിക്കുന്നത് 10 ചുരുക്കിയ, 10 കൽപ്പനയായിട്ട് ചുരുക്കിയ. പക്ഷെ 613 കൽപ്പനകളെ 4 ഭാഗമായിട്ട് തിരിക്കാം. 4 ഭാഗമാണ്. ഒന്നാമത്തെ, അതിന് വിളിക്കുന്ന പേരാണ് റിലീജിയസ് ആൻഡ് സെറിമോണിയൽ ലോ, ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിക്ക് വിളിക്കുന്ന പേരാണ് മോറൽ ലോ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എങ്ങനെ ഇടപെടണം, ഒരു കുടുംബത്തോട് എങ്ങനെ ഇടപെടണം. കാരണം ദൈവത്തിന്റെ പദ്ധതി എന്തുവായിരുന്നു? ഇവരെ രാജകീയത്വത്തിലേക്ക് കൊണ്ടുവരിക, പുരോഹിത രാജകീയത്വത്തിലേക്ക് ഉയർന്നു വരിക, ദൈവത്തിന്റെ വിശുദ്ധ വംശമാക്കുക. അപ്പം രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മോറൽ ലോ, മൂന്നാമത്തെ സിവിൽ ലോ, അടുത്തത് വേറൊരു സോഷ്യൽ ലോ. ഇങ്ങനെ 4 ഭാഗമായിട്ടാണ് തോറായുടെ നിയമങ്ങളെ, 613 നിയമങ്ങളെ തിരിച്ചു വെക്കുന്നത്. ഇതിനകത്ത് ഒത്തിരി രീതി നമുക്ക് പഠിക്കാം. ഈ ചില നിയമങ്ങളെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. കാരണം ദൈവം തന്നേക്കുന്ന സ്പിരിച്വൽ ലോയെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ചില ലോ മനുഷ്യന് മാറ്റാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് സോഷ്യൽ ലോയാണ്. കാരണം ഒരു മനുഷ്യന്റെ കൾച്ചർ അനുസരിച്ച്, അവന്റെ കൾച്ചറിനനുസരിച്ച് ദൈവവചനവുമായിട്ട് കോൺട്രഡിക്ഷൻ വരാത്തതുപോലെ അവൻ ആ നിയമത്തെ മാറ്റാം. അങ്ങനെ ദൈവം നിയമം കൊടുത്തേക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ സ്പിരിച്വൽ ലോ ഒരിക്കലും മാറത്തില്ല. ഇത് നിങ്ങൾക്ക് ജൂയിഷ് കൾച്ചറുകളിൽ കൂടെ ഇത് നമുക്ക് പഠിക്കാൻ വരും. 613 കൽപ്പനകളെ 4 തിരിച്ചു വെക്കുന്നു. അതിന് മാറ്റാൻ പറ്റുന്നതുണ്ട്, മാറ്റാൻ പറ്റാത്തതുണ്ട്, പല രീതികളിലാണ് തിരിച്ചു വെക്കുന്നത്. ഈ 613 കൽപ്പനകൾ എപ്പോഴൊക്കെ തെറ്റിച്ചോ അപ്പോഴൊക്കെ അന്നേരമാണ് കോൺസിക്വൻസ് വന്നത്. ഞാൻ 1-2 അതിനകത്തെ ഒരു സിസ്റ്റം പറയാം. കാരണം നമ്മൾ വരാൻ പോകുന്നത്, ലാസ്റ്റിലേക്ക് വരാൻ പോകുന്നത്, ഇസ്രായേലിന്റെ പല വാറുകൾ പഠിച്ചു നോക്കിക്കോ. എല്ലാ വാറുകളും പഠിച്ചു നോക്കിയോ. എവിടെ നോക്കിയാലും ദൈവവചനത്തിന്റെ കണക്ഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റും. 1-2 ലോ നിങ്ങളോട് പറയാം. പ്രധാനപ്പെട്ട ഒരു 4 ദൈവത്തിന്റെ പ്രമാണം പറയാൻ പോകും. ഒന്നാമത്തെ, ദൈവത്തിന്റെ സകല പ്രമാണവും 7 എന്ന് പറയുന്ന ഒരു കോഡിങ്ങുമായിട്ട് കണക്റ്റഡാണ്.
കാരണം ഇതിനെക്കുറിച്ച് പഠിക്കുന്നവര്, ഇതിനെക്കുറിച്ചൊരു ബുക്കുണ്ട്, ദ സിഗ്നേച്ചർ ഓഫ് ഗോഡ്. കാരണം എവറി ക്രിയേഷനിൽ ദൈവത്തിന്റെ സിഗ്നേച്ചർ കിടപ്പുണ്ട്. കാരണം നമ്മുടെ ഒരു ബിൽഡിങ് എടുത്ത് ഒരു എഞ്ചിനീയർ പണിത ബിൽഡിംഗ് പല രീതികളിൽ എഞ്ചിനീയർമാർ പണിതാലും അതിനകത്തെല്ലാം ആ എഞ്ചിനീയറിന്റെ ഒരു മാസ്റ്റർ പീസ് കാണും. കാരണം ഇതുപോലെയാ ക്രിയേഷനകത്ത്, ബൈബിളിന് വെളിയിൽ നമുക്ക് നോക്കാം, പഠിക്കാം. ക്രിയേഷനകത്ത് ഏത് കാര്യങ്ങൾ എടുത്താലും, ഇവൻ പ്ലാന്റ്സ് എടുത്താൽ, ട്രീ എടുത്താൽ, കളർ എടുത്താൽ, മ്യൂസിക് ടോൺ എടുത്താൽ, അത്ഭുതങ്ങൾ എടുത്താൽ, കടലെടുത്താൽ, ജീവൻ എടുത്താൽ, എവിടെ നോക്കിയാലും 7ന്റെ ഒരു കോഡിങ് കാണുവാൻ വേണ്ടി പറ്റും. 7ന്റെ ഒരു കോഡിങ്. അത് കാരണം ദൈവത്തിന്റെ വചനത്തിൽ 7ഉമായിട്ട് ബന്ധപ്പെട്ട നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. 100കണക്കിന് കാര്യം. ഇവൻ ബൈബിൾ തോറായെ അത് എഴുതപ്പെട്ട ലാംഗ്വേജിനെ 2ആയിട്ട് തിരിക്കാം. അല്ലെങ്കിൽ ഹീബ്രു ലാംഗ്വേജിനെ ഏൻഷ്യന്റ് ഹീബ്രു ഉണ്ട്, മോഡേൺ ഹീബ്രു ഉണ്ട്. ഏൻഷ്യന്റ് ഹീബ്രുവിനകത്ത് എഴുതപ്പെട്ട ലാംഗ്വേജിനകത്ത് 7ന്റെ കോഡിങ് വെച്ച് എഴുതിയേക്കുന്നത്. ഞങ്ങൾ ഈ പറയുന്ന വേർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അതിന് പറഞ്ഞേക്കുന്ന പഠിക്കാനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം. ഈക്വൽ ഡിസ്റ്റൻസ് ലെറ്റർ കോഡിംഗ് എന്നാണ് ആ വേർഡിന്റെ പേര്. നിങ്ങളത് നോക്കിക്കോ. ഈക്വൽ ഡിസ്റ്റൻസ് ലെറ്റർ കോഡിംഗ്. ബൈബിളിനകത്ത് മിസ്റ്ററീസ് കാണും. അതായത് പഴയ നിയമത്തിലെ ഹീബ്രു ലാംഗ്വേജിൽ അതെ ബൈബിൾ എഴുതിയപ്പോൾ, പഴയ ഹീബ്രുവിൽ എഴുതിയപ്പോൾ അതിനകത്ത് ഈക്വൽ ഡിസ്റ്റൻസിൽ കോഡിംഗ് ഉണ്ടായിരുന്നു. ആ കോഡ് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ കൃത്യമായ അകലത്തിൽ കോഡിംഗ്. അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹീബ്രു ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ, ഹീബ്രു ലെറ്ററിനെ നമ്മൾ ഇന്നത് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം ഇത് ദൈവം കൊടുത്ത ലാംഗ്വേജാണ്. ഭൂമിയിൽ ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഇല്ല. എബ്രായ ലാംഗ്വേജിനെ പ്രധാനപ്പെട്ടതായിട്ട് എന്റെ അറിവിൽ ഞാൻ പഠിച്ചിടത്തോളം 4 രീതിയിൽ തരംതിരിക്കാം. പക്ഷെ അത് 4 അല്ല. ഒന്നാമത്തെ, ഇതിനെ ന്യൂമറിക് ആക്കാൻ വേണ്ടി പറ്റും. ഹീബ്രു ലാംഗ്വേജിനെ ആലഫ് ബേത്ത് എന്ന് പറയാൻ തൊട്ട് തുടങ്ങുന്ന 22 അക്ഷരങ്ങളുള്ള ഈ ലാംഗ്വേജിനെ ഒന്നാമത്തെ അതിനെ ന്യൂമറിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഇതിനെ പിക്ചോറിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. മൂന്നാമത്തെ ഇതിനെ ഡീകോഡ് ചെയ്യാം. നാലാമത്തെ ഇതൊരു ശബ്ദമാണ്. ഈ 4 രീതികളിലാണ് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ പിന്നീട് പഠിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി 4 അല്ല, ടോട്ടലി 70 രീതികൾ ഇതിനെ കൺവേർട്ട് ചെയ്യാം. 70 രീതിയിൽ പിക്ചോറിയൽ ന്യൂമറിക് പോലെ അടുത്ത 70 രീതിയിൽ. ഇതിന് വിളിക്കുന്ന പേര് സർഫേസ് ലെവൽ കൺവേർഷൻ എന്ന് വെച്ചാൽ ദൈവം കൊടുത്തതായതുകൊണ്ട് ഈ ലാംഗ്വേജ് അതത് തലമുറയിൽ ഏതൊക്കെയോ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന എബ്രായരുടെ സ്കോളേഴ്സ് പറയുന്നത് ഭയങ്കര ഡിവൈൻ ലാംഗ്വേജ് എന്ന് ഇതിനെ കുറിച്ച് പറയുന്നു. ഇതിനകത്ത് എന്തോ ഈക്വൽ ഡിസ്റ്റൻസ് ലെറ്റർ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അക്ഷരം എടുത്തിട്ട് 49 അക്ഷരം വിടണം. കാരണം ഈ എഴുതിയേക്കുന്ന മാനുസ്ക്രിപ്റ്റിനകത്ത് സ്പേസ് ഇല്ലാതെ എഴുതിയേക്കുന്നത്. ഒന്നാമത്തെ അക്ഷരം എടുത്തു, അതിന്റെ 49 അക്ഷരം വിട്ടു, 50ാമത്തെ അക്ഷരം എടുക്കണം. അടുത്ത 49 വിടണം, 50ാമത്തെ എടുക്കണം. അപ്പൊ ഒന്നാമത്തെ അക്ഷരം എടുക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്, ജെനസിസിനകത്ത് തോറ എന്നുള്ളതിന്റെ അവരുടെ ലാംഗ്വേജ്, ഞാനത് ഇംഗ്ലീഷിൽ പറയാം, ഫസ്റ്റ് ലെറ്റർ ടി കിട്ടും. 4 അക്ഷരമാണ് തോറ എന്നുള്ള ഹീബ്രു ഒരു വേർഡിനുള്ളത്. നമുക്കത് ഇംഗ്ലീഷിൽ പഠിക്കുമ്പോഴും മനസ്സിലാകാൻ വേണ്ടി പറയാം. ഒന്നാമത്തെ അക്ഷരം ടി കിട്ടും. 49 അക്ഷരം വിട്ടു, 50ാമത്തെ അക്ഷരം എടുക്കുമ്പോൾ തോറായുടെ 2ാമത്തെ അക്ഷരം കിട്ടും. നമുക്കത് ഇംഗ്ലീഷിൽ കൊടുക്കാം, ഓ കിട്ടും. അപ്പൊ 41ാമത്തെ അക്ഷരം എടുത്തു, അത് കഴിഞ്ഞ് 49 അക്ഷരം വിട്ടു, 50 അക്ഷരം വരുമ്പോ ഓ കിട്ടും. അടുത്ത 49 വിട്ടു, 50ാമത്തെ അക്ഷരം വരുമ്പോ 6 വരും. അടുത്ത 49 വിട്ടു, 50ാമത്തെ എടുക്കുമ്പോ എച്ച് വരും. പിന്നെ 49 വിട്ടു, 50ാമത്തെ എടുക്കുമ്പോൾ വീണ്ടും ടി വരും. അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് ലെറ്റർ കോഡിങ്ങിൽ കിടക്കുക തോറ. ജെനസിസ് മൊത്തം ഇത് തോറ കിടക്കുക. ഈക്വൽ ഡിസ്റ്റൻസ് ലെറ്റർ കോഡിങ്ങിൽ 49ന്റെ കോഡിങ്ങിൽ. എക്സഡസിൽ ഇത് കിടക്കുക, 49ന്റെ കോഡിങ്ങിൽ കിടക്കുക. ലെവിറ്റിക്കസിൽ 49ന്റെ കോഡിങ് ഇല്ല. പക്ഷേ ജെനസിസിലുണ്ട്, എക്സഡസിലുണ്ട്. നമുക്ക് ഇവിടുന്ന് പഠിക്കാം. തോറ അവിടെ അങ്ങനല്ലോ. ജെനസിസ്, എക്സഡസ്. ലെവിറ്റിക്കസില് ലെവിയ പുസ്തകത്തിൽ 49ന്റെ കോഡിങ് ഇല്ല. പക്ഷെ സംഖ്യാപുസ്തകത്തിൽ 49ന്റെ കോഡിങ് ഉണ്ട്. പക്ഷെ വേറൊരു രീതിയിലാണ് കിടക്കുന്നത്. 49ന്റെ കോഡിങ്ങിൽ റിവേഴ്സ് ഓർഡറിലാണ് കിടക്കുന്നത്. എച്ച് ആദ്യം വരും, അത് കഴിഞ്ഞ് 49ാമത്തെ ലെറ്റർ വിട്ടു, 50ാമത്തെ ലെറ്റർ എടുക്കുമ്പോൾ 6 കിട്ടും.
അടുത്ത 49ാമത്തെ ലെറ്റർ ഓ വരും, ടി വരും. ഇങ്ങനെ സംഖ്യാപുസ്തകത്തിൽ റിവേഴ്സ് ഓർഡറിലും ആവർത്തന പുസ്തകത്തിൽ റിവേഴ്സ് ഓർഡറിൽ കിടക്കുക. എക്സാക്ട്ലി 49. അതിനെക്കുറിച്ച് അതിന്റെ സ്റ്റഡി പറയുക. ജെനസിസും എക്സഡസും നമ്പേഴ്സും ഡ്യൂട്രോണമി അത് എന്തോ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് ഓൾ ടോക്കിംഗ് അബൌട്ട് ദി വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയാം. ഇത് രണ്ടും ഫോക്കസ് ചെയ്യുന്ന ടുവേർഡ്സ് ലെവിറ്റിക്കസിലേക്കാണ്. ലേവ്യ പുസ്തകത്തിൽ കിടക്കുന്നത് 49ന്റെ കോഡല്ല, 7ന്റെ കോഡാണ്. 7ന്റെ കോഡിൽ കിടക്കുന്നതും അവിടെ ഒരു 4 അക്ഷരമാണ് കിടക്കുന്നത്. പക്ഷെ തോറാന്നല്ല, യാവേന്ന കിടക്കുന്നത്. വൈ എച്ച് ഡബ്ല്യു എച്ച് വൈ അടുത്ത 7 വൈ അടുത്ത 7 വൈ എച്ച് ഡബ്ല്യു യാവേ. എന്തോ ഇത് പറയുന്നതെന്നറിയാമോ? ഓൾ തോറ ലീഡസ് ടു യാവേ. ഇതൊരു ഭയങ്കര കോഡിങ്ങിലാണ്. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയപ്പോ ഇതിന്റെ ആ ക്രീം അങ്ങ് പോയി, അതിന്റെ ന്യൂമറിക്ക് പോയി, പിക്ചോറിയൽ പോയി, ഡീകോഡിങ് പോയി. അപ്പം ശബ്ദം കേട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി. പക്ഷെ എന്തോട്ട് ഭയങ്കര അകത്ത് കിടന്ന ഭയങ്കര ക്രീം പോയി. അന്ന് ദൈവം കൊടുത്ത ഒന്നാമത്തെ അവർക്ക് കൊടുത്ത ഒരു നിയമമായിരുന്നു 7 എന്ന് പറഞ്ഞൊരു നിയമം. എല്ലാ നിയമവും പഠിച്ചു 7 ബന്ധപ്പെട്ട ഒന്നാമത്തെ നിയമം 7. 7-ാം ദിവസം ശബത്ത്. 7-ാം ദിവസം ശബത്ത്. 6 ദിവസം നിങ്ങൾ വേല ചെയ്യണം. 7-ാം ദിവസം ദൈവത്തിന്റെ ശബത്ത്. എന്തുവാ അതിന്റെ പ്രമാണം? എന്തുവാ അതിന്റെ പ്രമാണം? ഇങ്ങനെയാണ്: 6 ദിവസം മരുഭൂമിയിൽ നിങ്ങൾക്ക് മന്ന കിട്ടും. നിങ്ങൾക്ക് 6ാമത്തെ ദിവസം ഡബിൾ കിട്ടും. പക്ഷെ 7ാമത്തെ ദിവസം മന്ന വീഴത്തില്ല. 6ാം ദിവസം പറക്കുന്നത് തന്നെ 7ാം ദിവസം ഉപകരിച്ചോണ്ട്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, 6ാം ദിവസത്തെ എടുക്കുന്നത് ക്രമിച്ചു പോകത്തില്ല. അതിനു മുമ്പ് ഉള്ളത് ക്രമിച്ചു പോകും, ദിവസത്തേക്ക് വെക്കാനൊക്കെ ക്രമിച്ചു പോകും. അപ്പൊ 7ാം ദിവസം ദൈവത്തിന്റെ സ്വസ്ഥതയുടെ ദിവസം. ഇനി ബൈബിൾ പഠിക്കുമ്പോൾ കാണാം, അന്ന് പറക്കാൻ പോയവരുണ്ട്. അതെ, മോശ പറഞ്ഞിട്ട് അന്ന് പറക്കാൻ ലംഘിച്ചിട്ട് പോയത്. അപ്പൊ ഒന്നാമത്തെ ദൈവത്തിന്റെ പ്രമാണം കിടക്കുന്നത് ശബത്ത് ഡേ, 7ാം ദിവസം, 7ാം ദിവസത്തിന്റെ പ്രമാണം. രണ്ടാമത്തെ ദൈവത്തിന്റെ പ്രമാണം കിടക്കുന്നത്, ദൈവം പറഞ്ഞു, നമ്മുടെ മലയാളം ബൈബിളിൽ കിടക്കുന്ന ഇങ്ങനെയാണ്: വാരോത്സവം എന്നാണ് കിടക്കുന്നത്. അത് പെന്റക്കോസ്റ്റ് ഫീസ്റ്റുമായിട്ട് കണക്റ്റഡാണ്. പെന്റക്കോസ്റ്റ് ഫീസ്റ്റുമായിട്ട് കണക്റ്റഡ്. എന്തോ പറഞ്ഞേക്കുന്നത്, പെസഹ കഴിഞ്ഞിട്ടുള്ള ശബത്ത് തൊട്ട്, പെസഹ കഴിഞ്ഞിട്ടുള്ള ശബത്ത് തൊട്ട് 7 ശബത്ത് എണ്ണണം. 7 ശബത്ത് എണ്ണിക്കഴിഞ്ഞാൽ അടുത്ത ശബത്ത്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു വരുന്നത് 7ന്റെ കോഡിങ്സ് ആണ്. ട്രെയിനിലല്ലേ, യാത്ര ചെയ്യുകയല്ലേ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് പുതിയ ഫ്രണ്ട്സ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. അതുകൊണ്ട് സ്വല്പം ഒരു ഇന്റർവെൽ വന്ന് തടസ്സം വന്നു. ഫാസ്റ്റ് കണ്ടിന്യൂ ചെയ്യും 7ന്റെ കോഡിങ്സ്. പക്ഷെ ഞാൻ ഇടയ്ക്ക് പറയുക, ഞാൻ കഴിഞ്ഞ ദിവസം ജെനസിസ് ചാപ്റ്റർ 1 പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ജെനസിസിന്റെ അകത്ത് 7ാം ദിവസമാണ് ദൈവം സ്വസ്ഥമായിരുന്നത്. പക്ഷെ 6 ദിവസങ്ങൾ 3ന്റെ 2 ഡിവിഷൻ ഞാൻ കണ്ടതിനകത്ത് 3rd ഡേയിലാണ് പ്ലാന്റ്സിന്റെ സൃഷ്ടി ഉണ്ടാകുന്നത്. അതായത് ജീവൻ ഭൂമിയിൽ ഉണ്ടാകുന്നത് 3ാമത്തെ ദിവസമാണ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രിമിറ്റീവ് ആകാം, ജീവൻ ഭൂമിയിൽ ഉണ്ടാകുന്നത് 3ാമത്തെ ദിവസമാണ്. അപ്പൊ ഈ 3ാം ദിവസവുമായിട്ട് അവിടെ പറയുന്നത് പ്ലാന്റ്സിനെ കുറിച്ച് വചനം പറയുന്നത്, ഭൂമിയിൽ നിന്ന് എല്ലാ അതത് തരത്തിലുള്ള വിത്തുള്ള സസ്യങ്ങളും മുളച്ചു വരട്ടെ എന്നാണ്. ഈ മുളച്ചു വരിക എന്ന് പറയുമ്പോൾ, ഒരു വിത്തിൽ നിന്നൊരു സസ്യം മുളച്ചു വരുന്നത് 1 കൊരിന്ത്യർ 15 ഉയർപ്പിനെ കാണിക്കുന്നതാണ്. അതായത് ഓരോ വിത്തിനും അതിന്റെ ശരീരമുണ്ടെന്നും ഒരു പുതിയ ശരീരമായിട്ട് അത് ഉയർക്കുമെന്ന് പൗലോസ് പറയുന്നത്. അതാണ് യേശു കർത്താവ് 3ാം ദിവസം തന്നെ ഉയർക്കാൻ തിരഞ്ഞെടുത്തതെന്നുള്ളത് തന്നെ ഒരു ഭയങ്കര ബിബ്ലിക്കൽ മർമ്മമാണ്. ഭൂമിയുടെ റിസറക്ഷൻ ആ 3ാം ദിവസം, പ്രാണമണ്ഡലത്തിന്റെ റിസറക്ഷൻ ആണ് ഉൽപ്പത്തി 1-ലെ 3ാം ദിവസം. അപ്പോൾ തന്നെ ആ 3 കഴിഞ്ഞ് അടുത്ത 3, 6ാം ദിവസം, അത് മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ച ദിവസം. ഇതിന്റെ രണ്ടിന്റെയും സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ, പ്ലാന്റ് ഉണ്ടായത് മണ്ണിൽ നിന്നാണ്. പക്ഷെ സസ്യങ്ങൾ മാത്രം ആ മണ്ണിൽ നിന്നുണ്ടായി, ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് നിർമ്മിച്ചു. പിന്നെ ഒരു ആവർത്തനം 3ാം ദിവസം ഉണ്ടാകുക. ആദ്യത്തെ 3ാം ദിവസം പ്ലാന്റ്സ്, അടുത്ത 3 ദിവസം കഴിയുമ്പോൾ മനുഷ്യൻ, 7ാം ദിവസം സ്വസ്ഥത. വാസ്തു കണ്ടിന്യൂ ചെയ്യാം. ഈ 7ാം ദിവസത്തെ സ്വസ്ഥതയെ കുറിച്ചും, പ്രത്യേകിച്ച് അല്ലെങ്കിൽ ബൈബിളിന്റെ ഹിസ്റ്ററിയെ കുറിച്ചും ന്യൂമറിക്കിനെ കുറിച്ചും പഠിക്കാമെങ്കിൽ ഭയങ്കര ആഴമേറിയ കാര്യമാണ്. ഞാൻ 7ാം ദിവസത്തിന്റെ കാര്യം പറഞ്ഞു. 7ാം ദിവസം സ്വസ്ഥതയാണ്. 2, ഇതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, അതിന് മലയാളം ബൈബിളിൽ വിളിക്കുന്നത് വാരോത്സവം എന്നാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് പറയുന്നത് ഫീസ്റ്റ് ഓഫ് ദി വീക്സ്, അല്ലെങ്കിൽ സബത്ത്
വീക്ക് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. അതെന്തുവാ, അതിന്റെ കൗണ്ട് എന്തുവാ? ഇതെല്ലാം ഈ കൗണ്ട് ഉണ്ട് ഇതിനകത്ത്. പെസഹ കഴിഞ്ഞിട്ടുള്ള ശബത്ത് തൊട്ട് 7 ശബത്ത് എണ്ണണം. പെസഹ കഴിഞ്ഞിട്ടുള്ള ശബത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു ശബത്ത് വന്നു, അത് കഴിഞ്ഞ് 7 ശബത്ത് എണ്ണുമ്പോൾ 49 ദിവസമാണ്. നെക്സ്റ്റ് ഡേ ആണ് ഫീസ്റ്റ് പരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്, 50-ാം ദിവസം. അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫീസ്റ്റ് ഓഫ് ദ വീക്സ് അല്ലെങ്കിൽ വാരോത്സവം. ഇത് 7ന്റെ കണക്കാണ്, 49. അതെ, 49. ഇനി അതാണ് ഫീസ്റ്റ് ഓഫ് ദ വീക്സ് അല്ലെങ്കിൽ സബത്ത് വീക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ സബത്ത് ഡേ പറഞ്ഞു, ശബത്ത് വീക്ക് പറഞ്ഞു. ഇനി അടുത്തതാണ് വർഷത്തിന്റെ ശബത്ത്. ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ കനാൻ ദേശത്ത് എത്തിക്കും. കനാൻ ദേശത്ത് എത്തിയതിനു ശേഷം നിങ്ങൾ 6 വർഷം അവിടെ ഭൂമിയിൽ വേല ചെയ്യണം. അതെ, 7ാം വർഷം നിങ്ങൾക്ക് ശബത്തിന്റെ വർഷമാണ്. മനുഷ്യന് ശബത്ത് കിട്ടിയതുപോലെ ദേശത്തിന് ശബത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ദേശത്തിന്റെ അകൃത്യം, അല്ലെ ദേശം ഛർദ്ദിച്ചു കളയും എന്നുള്ളൊരു വേർഡ് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ ദൈവത്തിന്റെ പ്രമാണമായിരുന്നു 6 വർഷം ഭൂമിയിൽ കൃഷി ചെയ്യണം, 7ാം വർഷം കൃഷി ചെയ്യല്ല. 7ാം വർഷത്തെ കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൃഷിക്ക് മാത്രമല്ല, മനുഷ്യന് പ്രത്യേകതയുണ്ട്. അടിമയുണ്ടെങ്കിൽ ആ അടിമയെ സ്വതന്ത്രമാകും. പക്ഷെ അടിമ വെച്ച നിലം കിട്ടത്തില്ല. നിലം കിട്ടുന്നത് ജൂബിലിയറിനെ ഉള്ളൂ, യോബേൽ സംവത്സരത്തെ ഉള്ളൂ. അപ്പം 6ാം വർഷം കൃഷി ചെയ്യല്, 7ാം വർഷം കൃഷി ചെയ്യല്. കൃഷി അഥവാ നിങ്ങൾ ചെയ്യുന്നതിന് പകരം 6ാം വർഷം ഞാൻ ഭൂമിയോട് കൽപ്പിക്കും, ഭൂമി അതിന്റെ പ്രൊഡക്ടിവിറ്റി തരും. നിങ്ങൾ താനെ വിളയുന്നതായിരിക്കണം കഴിക്കേണ്ടത്. ഇങ്ങനെ കുറെ നിയമം കൊടുത്തു. ഇനി അടുത്തത് ഇതാണ് 7ാം വർഷത്തെ ശബത്ത് എന്ന് പറയുന്നത്. ദിവസങ്ങളുടെ ശബത്തുണ്ട്, ആഴ്ചകളുടെ ശബത്തുണ്ട്, വർഷങ്ങളുടെ ശബത്തുണ്ട്. അടുത്ത മറ്റൊരു ശബത്താണ് ദൈവം പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ട് 7 ശബത്തുകൾ എണ്ണണം. 7 ശബത്തുകൾ. അത് എവിടം തൊട്ടാന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല 7 ശബത്തുകൾ എണ്ണണം. അപ്പൊ 7 ശബത്ത് എന്ന് പറഞ്ഞാൽ 40 ശബത്ത് വർഷം എന്ന് പറഞ്ഞാൽ 49 വർഷം വരും. ഈ 49ാമത്തെ വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം അതിന് വിളിക്കുന്ന പേരാണ് യോബേൽ സംവത്സരം അല്ലെങ്കിൽ ജൂബിലി. അതിന്റെ മിസ്റ്ററി ഭയങ്കര വർഷം. അതിന്റെ മിസ്റ്ററി എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരുടെയെങ്കിലും വസ്തുവകകൾ മറ്റൊരാൾക്ക് കടമായിട്ട് വിറ്റാലോ അല്ലെങ്കിൽ വിറ്റ് കളയുകയോ കടമായിട്ട് എടുക്കുകയോ, ഇത് ലേവ്യ പുസ്തകം 25-ലാണോ 26-ലോ പറഞ്ഞിട്ടുണ്ട്. വിറ്റ് കളഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ച് 1-ാം വത്സരം ഇവർക്ക് തിരിച്ചെടുക്കാം. അത് എടുക്കാൻ പറ്റുന്ന ഒരു പ്രമാണമുണ്ട്. മതിലുകളുള്ള പട്ടണത്തിലാണ് തിരിച്ചെടുക്കാം. 2 ലേവ്യന് തിരിച്ചെടുക്കാം. ലേവ്യന് ഏതു സമയത്തും തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇവർക്ക് 49 വർഷം ആർക്ക് വിറ്റോ അതേ അവർക്ക് ഇരിക്കണം. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന മറ്റൊരു പ്രമാണോ ഭയങ്കര ഹൈലി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് കൊണ്ടുപോയി അവകാശം തന്നല്ലോ ദൈവം. യോശുവയിൽ കൂടെ ഇന്ന സ്ഥലം വീതിച്ചു രൂപേന്, ഇന്ന സ്ഥലം ഇത് യഹൂദയ്ക്ക്, എല്ലാം വീതിച്ചു കൊടുത്തു. ലേവിക്കൊഴിച്ച് ബാക്കി എല്ലാ ഗോത്രത്തിനും വീതിച്ചു കൊടുത്തു. ദൈവം എന്നിട്ട് പറയുക, ഈ സ്ഥലം നിങ്ങളുടെ അല്ല. വീതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സ്ഥലം നിങ്ങളുടെ അല്ല, നിങ്ങൾക്ക് ഞാൻ അതിര് വീതിച്ചു തന്നതുപോലെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാലത്തും ഈ അതിര് കാണണം. നിങ്ങൾ അതിര് മാറ്റാൻ പറ്റത്തില്ല, അതിരിങ്ങനെ തന്നെ കാണണം. 2, നിങ്ങൾക്ക് അഥവാ ഇത് വിറ്റുപോയാൽ, മറ്റൊരു ഗോത്രത്തിലേക്ക് വിറ്റുപോയാൽ പോലും ഇതിനെ 50-ാമത്തെ വർഷം ഇത് തിരിച്ചു കിട്ടത്തുള്ളൂ അതേ ഗോത്രത്തിൽ. ഇനി കല്യാണത്തിന് പോലും ഒരു നിയമം വെച്ചേക്കും. ഒരു വീട്ടിൽ 2-3 പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ ഫാദറിനോട് പറഞ്ഞേക്കുക, നിങ്ങൾ മറ്റൊരു ഗോത്രത്തിലേക്ക് കല്യാണം കഴിക്കില്ല. കാരണം നിങ്ങൾ അതേ ഗോത്രത്തിൽ തന്നെ കല്യാണം കഴിക്കണം. അവിടെ പറഞ്ഞേക്കുന്ന വേർഡ് എന്ന് പറയാ, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പോലെ തന്നെ ഇത് കാണണം. ഇനി അവിടെ പറഞ്ഞ ലേവ്യ പുസ്തകം 25-13 തോന്നുന്നു പറഞ്ഞേക്കുന്ന ഒരു വേർഡ് ഉണ്ട്, ഈ ഭൂമി എന്റേതാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ പരദേശികളാണ്, ഇത് നിങ്ങൾ ഒരിക്കലും ജന്മം വയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അവകാശം തന്നെ പോലും ജന്മം വയ്ക്കാൻ പറ്റത്തില്ല, കാരണം ദേശം എന്റേതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ദേശം തന്നത്. ഇനി പക്ഷെ അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമം എന്ന് പറഞ്ഞ്, ഇവർക്ക് ഈ സ്ഥലം കൊടുത്തില്ല. ഒരാള് പൈസയ്ക്ക് ആവശ്യം വന്നു മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു, അത് കൊടുക്കാനില്ലാഞ്ഞിട്ട് അദ്ദേഹം വന്ന് അടിമയായിട്ട് പിടിച്ചോണ്ട് പോയി. എന്നിട്ടും തീരാത്തതുകൊണ്ട് ദേശവും പിടിച്ചോണ്ട് പോയി, വസ്തുക്കളെല്ലാം പിടിച്ചോണ്ട് പോയി. 50-ാമത്തെ വർഷം വരുമ്പോൾ അടിമയെ സ്വതന്ത്രമാകും. അടുത്ത ദേശവും ഈ വസ്തുവകൾ ഒറിജിനൽ ഓണറിന് കിട്ടും. യഥാർത്ഥത്തിൽ ആ വേർഡ് നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ
ഇറ്റ്സ് നോട്ട് എ വെൽത്ത് റിസ്റ്റോറിങ്. അവിടെ പറഞ്ഞിരിക്കുന്നത് വെൽത്ത് റിസ്റ്റോർ ചെയ്യുക അല്ല, അതല്ല ദൈവത്തിന്റെ യഥാർത്ഥ ഇന്റൻഷൻ. ദൈവത്തിന്റെ യഥാർത്ഥ ഇന്റൻഷൻ അവിടെ കിടക്കുന്ന ഇപ്രകാരമാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി റിസ്റ്റോർ ചെയ്യുക. അവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് എന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ നിങ്ങൾ മിസ്രൈമ്യർക്ക് അടിമയായിരിക്കുക, നിങ്ങളെ ഞാൻ അവിടുന്ന് വിടുവിച്ച് കൊണ്ടുവന്നത് നിങ്ങൾ മറ്റൊരാൾക്ക് പോലും ഇനി അടിമയാകാനല്ല. അല്ല, നിങ്ങൾ ജീവകാലത്തിൽ ഒരിക്കലും ഇനി അടിമയാകാനല്ല. നിങ്ങൾ എന്റെ വിശുദ്ധ ജനമാണ്. ഒരിക്കലും നമ്മളെ ഇനി ഒരാൾക്ക് പോലും അടിമയായി മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ പഴയ നിയമത്തിന്റെ പ്രമാണം ഇതാണെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ എത്ര വലിയ കനമേറിയതും മഹത്വകരമേറിയതാണ്. ദൈവം പറയുക, നിങ്ങളെ ഇനി ആർക്കും അടിമയായിട്ട് മേടിക്കാൻ പറ്റത്തില്ല. അഥവാ നിങ്ങളുടെ അലസത കൊണ്ട് നിങ്ങൾക്ക് കടം കയറിയാൽ പോലും നിങ്ങളുടെ ഐഡന്റിറ്റിയെ ഞാൻ റിസ്റ്റോർ ചെയ്യും. അതിന് മറ്റൊരു വേർഡ് പറഞ്ഞ ബാക്ക് ടു നോർമൽ. അതായത് എല്ലാ യോവേൽ സംവത്സരങ്ങളിലും ഈ ഐഡന്റിറ്റി റിസ്റ്റോർ ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ഒരു മഹായോവേൽ സംവത്സരമുണ്ട്. അതായത് ഈ 50 വർഷങ്ങൾ കൂടി വരുന്നത് പോലെ തന്നെ ദൈവം ഇസ്രായേൽ എന്ന നേഷനെ റീസ്റ്റോർ ചെയ്യുന്ന, അതിന്റെ ഐഡന്റിറ്റിയെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ യോവേൽ സംവത്സരം ആകുന്നുണ്ട്. പൗലോസ് ഉപയോഗിക്കുന്ന പദം പറയുകയാണെങ്കിൽ എബ്രായ ലേഖനം പൗലോസാണോ എഴുതിയെന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇന്ന് എന്ന ഒരു ദിവസം ശേഷിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഒരു ശാബത്ത്. ആ ദൈവത്തിന്റെ ശാബത്ത് പൂർണ്ണമായും ഇസ്രായേലിന്റെ ഐഡന്റിറ്റിയെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു ദിവസവും ഇസ്രായേലിനോടുള്ള വാഗ്ദത്തം പോലെ ദാവീദിന്റെ സന്തതി മശിഹ ഭൂമിയിൽ ഭരിച്ച് യഥാർത്ഥമായിട്ട് അവരോട് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ ഒരു പൂർത്തീകരണവും. ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം മാത്രമല്ല, ശരിക്കും ഒരു നേഷന്റെ ഐഡന്റിറ്റിയെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു അനുഭവം ഭാവി കാലത്തുണ്ടാകും. സഭയ്ക്കും ഇതുപോലെ പൗലോസ് പറയുന്നുണ്ട്, യോശുവ അന്ന് സ്വസ്ഥത വരുത്തിയെങ്കിൽ ഇനി മറ്റൊരു സ്വസ്ഥത ശേഷിക്കത്തില്ലായിരുന്നു. ഇസ്രയേലിനെ മുൻനിർത്തി എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെയും ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി അധികം വിളിച്ച് അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. അതുകൊണ്ട് ദൈവജനത്തിനൊരു വലിയ ശബത്ത് ശേഷിച്ചിട്ടുണ്ട്. ആ വോടൊക്കെ ഭയങ്കര ഗംഭീരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വലിയൊരു പദ്ധതി അനാദികാല നിത്യതയിലെ ദൈവം തീരുമാനിച്ചു. പാസ്റ്റർ പറഞ്ഞ ഒന്ന് ആഴ്ചയുടെ അവസാന ഒരു ശബത്ത്, പിന്നെ ആഴ്ചകളുടെ ശബത്ത്, അത് 50-ാമത്തെ 4x4 49 50-ാം ദിവസം. പിന്നെ വർഷങ്ങളുടെ ഒരു ശബത്ത് വരുന്നു, അത് യോവേൽ സംവത്സരം. ഇതുപോലെ തന്നെ ദൈവത്തിന് ഒരു മഹാശബത്ത് അനുഭവമുണ്ട്. ഒരിക്കലും അടിമത്തത്തിലേക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല ഈ ജനം പിന്നീട്. പക്ഷെ ആവർത്തന പുസ്തകത്തിൽ ഒരു വ്യവസ്ഥ വെച്ചു, ഈ പറഞ്ഞ നിയമങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അല്ലെ, ആ ഭാഗത്തേക്കാണ് തോന്നുന്നു പാസ്റ്റർ വരുന്നത് അല്ലേ? പാസ്റ്റർ പറഞ്ഞാട്ടെ, അത് പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ലാസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇതുകൂടെ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവജനത്തെ കുറിച്ച് നമ്മളൊരു ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. യോർദാന്റെ റിവർ കടക്കുന്നതിനെക്കാട്ടിൽ മുമ്പേ ഞാൻ പറഞ്ഞ അന്ന് യൂസ് ചെയ്തൊരു വേർഡ് ഇതായിരുന്നു, തെറ്റ് ചെയ്യുന്നതിന് മുമ്പേ അടിക്കാനുള്ള വടി വെട്ടി ദൈവം വെച്ചത്. കാരണം യോർദാൻ കടക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു, നിങ്ങൾ യോർദാൻ കടക്കുമ്പോൾ, നിങ്ങൾ അവിടുത്തെ നന്മ കാണുമ്പോൾ, നിങ്ങൾ ഇന്ന് അത്ഭുതം കണ്ട തലമുറയല്ല, മറ്റൊരു പുതിയൊരു തലമുറ വരും, അവർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അഥവാ തെറ്റിപ്പോയാൽ ഞാൻ നിങ്ങളെ മടക്കി വരുത്താൻ പല മെത്തേഡുകൾ ഉപയോഗിക്കും. ഒന്ന്, നിങ്ങളുടെ ദേശത്ത് ഞാൻ കാട്ടുമൃഗങ്ങളെ അയക്കും. അല്ല, ആദ്യമേ അപ്പം വന്ന കോലിനെ ഒടിക്കും, വെള്ളത്തെ ഞാൻ നിർത്തലാക്കും. അതും കണ്ടിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അടുത്തത് കാട്ടുമൃഗങ്ങളെ അയക്കും. കുറെ കാര്യങ്ങൾ ദൈവം പറഞ്ഞു. ഇത് പറയുന്നത് ഇവര് കനാൻ ദേശത്ത് എത്തിയില്ല, സ്ഥലം കിട്ടിയില്ല, അതിനു മുമ്പേ ദൈവം നിയമം പറയാം. പക്ഷെ ഇവര് കനാൻ ദേശത്ത് എത്തിയപ്പോൾ, നന്മ കണ്ടപ്പോൾ, അനുഗ്രഹം കണ്ടപ്പോൾ, പലതും കിട്ടിയപ്പോൾ ദൈവത്തെ മറന്നു. എന്നിട്ടും ദൈവം ഇവരുടെ പ്രവാസങ്ങളൊക്കെ തുടങ്ങുന്ന കണക്ക് പഠിച്ചാൽ അറിയാം, 490 വർഷം ദൈവം വെയിറ്റ് ചെയ്തു. ഇസ്രായേൽ 490 വർഷം എന്ന് പറയുന്നത് ഇസ്രായേല് ദൈവത്തിന്റെ 7 ശബത്ത് പ്രമാണം തെറ്റിച്ചു. നമ്മൾ അത് ഒന്നുകൂടെ ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഇപ്പൊ ദൈവം കൊടുത്ത ജൂബിലി ഇയറിന്റെ ഒരു പ്രമാണം, ഐഡന്റിറ്റി റിസ്റ്റോറേഷൻ. എനിക്ക് ആ വേർഡ് ഭയങ്കര ഒരു ആശ്ചര്യമായിട്ട് തോന്നി പാസ്റ്റർ. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അടിമകളായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനകത്ത് വലിയ എബ്രായ ലേഖനത്തിലെ വാക്യമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യം പറയാം. ദൈവം ഭൂമിക്ക് മൊത്തം കൊടുത്തിരിക്കുന്ന 120 ജൂബിലി ഇയറാണ്. 120 ജൂബിലി ഇയർ എന്ന് വെച്ചാൽ 120 ജൂബിലി ഇയർ പറഞ്ഞപ്പോഴത്തേക്കിന് മില്ലേനിയം വരിക. എക്സാക്ട്ലി ആദ്യമേ തന്നെ സെറ്റ് ചെയ്തേക്കാം, മില്ലേനിയം ഇയർ വരിക.
മില്ലേനിയം അതിന്റെ ഒരു കണക്കുകളുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു കണക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാം. ഒരു കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ ജൂബിലി ഇയറിന്റെ ഒരു ക്രോണോളജി. ക്രിയേഷൻ നടന്നു, അവിടെ നിന്നുകൊണ്ട് 40ാമത്തെ ജൂബിലി വന്നപ്പോഴാണ് അബ്രഹാം ജനിക്കുന്നത്. നോഹയുടെ ഫ്ലഡ്, നോഹ മരിച്ചു. 2000 വർഷം, ഏകദേശം 2000 വർഷം. 50ാമത്തെ ജൂബിലി വരുമ്പോഴാണ് എക്സഡസ് നടക്കുന്നത്. 60ാമത്തെ ജൂബിലി വരുമ്പോഴാണ് ടെമ്പിളിന്റെ പണി കംപ്ലീറ്റ് ആകുന്നത്. 70ാമത്തെ ജൂബിലി വരുമ്പോഴാണ് ഡിക്രീ ചെയ്യുന്നത് ജെറുസലേമിനെ റിസ്റ്റോർ ചെയ്യാൻ. അപ്പൊ 500 വർഷം വരിക. 80ാമത്തെ ജൂബിലി വരുമ്പോഴാണ് ക്രൈസ്റ്റ് ഫസ്റ്റ് കമ്മിങ്. 8 എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ന്യൂ ബിഗിനിങ് എന്നാണ്. 7 എന്ന് പറഞ്ഞ പെർഫെക്ഷൻ. അപ്പം 70ാമത്തെ ജൂബിലിയിലാണ് ആലയം കംപ്ലീറ്റ് ആകുന്നത്. 8ാം നാൾ റിസറക്ഷൻ ആണ്. 8ാം നാൾ, അതെ, റിസറക്ഷൻ, ഉയർപ്പിന്റെ ദിവസം 8ാം നാൾ. അതെ. ഈ 8 എന്നുള്ള വേർഡിന്റെ അർത്ഥം ന്യൂ ബിഗിനിങ്, ന്യൂ മാൻ എന്ന ഹീബ്രു വേർഡിൽ കൂടെ അല്ലെങ്കിൽ സ്പിരിച്വൽ മീനിങ്ങിന്റെ അർത്ഥം. 80ാമത്തെ ജൂബിലി വന്നപ്പോഴാണ് കർത്താവിന്റെ ആദ്യത്തെ വരവ്. 120ാമത്തെ ജൂബിലി നടക്കുമ്പോഴത്തേന് ദൈവത്തിന്റെ ക്രൈസ്റ്റിന്റെ റെയിൻ നടക്കുക. നമ്മള് അപ്പത്തേന് 7000 വർഷം എത്തി. 6000 വർഷം കംപ്ലീറ്റ് ആയി. 6000 വർഷത്തെ ഡിവൈഡ് ബൈ 50 എന്ന് ഇട്ട് നോക്കി 120 കിട്ടും. 120, 12, 5, 60, 120 അങ്ങനെ കിട്ടും. ഇതുകൊണ്ടാണ് പല ആളുകളും ഈ തേർഡ് മില്ലേനിയത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. മോസ്റ്റ് പ്രോബബിളി തേർഡ് മില്ലേനിയത്തിന്റെ തുടക്കത്തിൽ തന്നെ കർത്താവിന്റെ മടങ്ങി വരവ് ഉണ്ടാകുന്നു. അതിൽ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിൽ നിന്ന് പലരും എന്നോട് ചോദിച്ചു 2000 ആണ്ടായപ്പോൾ എന്തുകൊണ്ടൊന്നും സംഭവിച്ചില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ തന്നെ. 2000 ആണ്ടാകുമ്പോഴേക്കും കർത്താവിന്റെ മടങ്ങി വരവ് ഉണ്ടാകും. നമ്മൾ പലപ്പോഴും ഇന്നത്തെ കലണ്ടർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 365 ഡേയ്സ് ഉള്ള കലണ്ടറാണ്. അത് ഈ പറഞ്ഞ പുതിയ കലണ്ടറിന്റെ സിസ്റ്റം സോളാർ കലണ്ടർ 365 ദിവസമാണ്. പക്ഷെ ബിബ്ലിക്കൽ കലണ്ടർ സോളാർ കലണ്ടർ അല്ല, അത് യഹൂദന്മാരുടെ ലൂണാർ കലണ്ടറാണ്. അപ്പൊ ലൂണാർ കലണ്ടർ വെച്ചുള്ള കാൽക്കുലേഷനും സോളാർ കലണ്ടർ വെച്ചുള്ള കാൽക്കുലേഷനും ഇയറുകളിൽ തമ്മിൽ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 2000 ആണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സോളാർ കലണ്ടറാണ്. അതുകൊണ്ട് ബിബ്ലിക്കൽ പ്രോഫസീസ് സോളാർ കലണ്ടർ അനുസരിച്ചും അല്ല വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നാം മനസ്സിലാക്കണം. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുകയാണ്, സഭായുഗം എന്ന് പറയുന്ന ഈ പറഞ്ഞ, ഞാൻ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞതാണ് ബ്രാക്കറ്റ് പീരീഡ് അല്ലെങ്കിൽ പരന്തറ്റിക് പീരീഡ്. ഈ പീരീഡിന് കണക്കുകൾ നമുക്ക് കൂട്ടുവാൻ കഴിയത്തില്ല. കാരണം യഹൂദനുമായിട്ടുള്ള പ്രോഫസിയുമായിട്ടുള്ള ബന്ധത്തിൽ കൃത്യമായിട്ട് കണക്കുകൾ കൂട്ടുവാൻ കഴിയുമ്പോൾ തന്നെ സഭായുഗം കൃപായുഗമായതുകൊണ്ട് ഒരുവൻ കൂടി രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ക്ഷമ കാണിക്കുന്നുവെന്ന് പത്രോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. അപ്പോൾ ജാതികളുടെ സംഖ്യ തികയുവോളം കർത്താവ് ക്ഷമ കാണിക്കുകയാണ്. ജാതികൾക്ക് ദൈവം രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന കൃപായുഗം നീണ്ടു പോകുന്നതിന്റെ ഒരു കാരണം അതാണ് കൃപായുഗത്തിന്റെ അന്ത്യം എപ്പോഴാണെന്ന് ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞങ്ങളൊരു കാൽക്കുലേഷൻ പറയല്ല, പക്ഷെ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് 2000 ആണ്ട് തികയുമ്പോൾ 6ാമത്തെ സഹസ്രാബ്ദം കഴിയുമ്പോൾ ഒരു ജൂബിലി ഇയർ തുടങ്ങുന്നു എന്നുള്ള ഒരു വെളിച്ചം ഇതിനകത്തുനിന്ന് പറഞ്ഞെന്ന് മാത്രം. ദൈവത്തിന്റെ ഇന്റേണൽ പദ്ധതി എപ്പോഴും അറിയാം. ഏതൊക്കെ ഇന്നത്തെ ഒരു ഭാഷ പറഞ്ഞ രാജാക്കന്മാർ വരാം, ഏത് ആള് ഭരിച്ചാലും, മറ്റൊരു വേർഡ് മഹാരാജാവ് മേളിലുണ്ട്. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. പക്ഷെ ഇത് അറിയണമെങ്കിൽ നമ്മുടെ കണ്ണു തുറക്കണം, നമുക്കിത് മനസ്സിലാക്കി കിട്ടണം. നമ്മള് ജൂബിലിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്തോണ്ട് ദൈവത്തിന്റെ ഒരു പ്രമാണമായിരുന്നു ഈ ജൂബിലി റിസ്റ്റോർ ചെയ്യുക, എല്ലാം തിരിച്ചു കൊണ്ടുവരിക. ഇനി നമുക്കൊരു കാര്യത്തിൽ നമുക്ക് സഭയ്ക്ക് പ്രത്യാശിക്കാനുണ്ട്. എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതി, ദൈവത്തിന്റെ മനുഷ്യന് കൈമാറിയായിരുന്നു. ഒറിജിനൽ പദ്ധതിയല്ല, ഭൂമിയെ കൈമാറിയായിരുന്നു. ഈ ഭൂമി മനുഷ്യന്റെ കയ്യിൽ നിന്ന് സാത്താൻ നിയന്ത്രണം ഏറ്റെടുത്തു. ദൈവം ഇതിനെ ബാക്ക് ടു നോർമൽ കൊണ്ടുവരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 6 ദിവസങ്ങളുടെ സൃഷ്ടി കഴിഞ്ഞ് 7ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. ലോക ചരിത്രത്തിലെ 6 ദിവസങ്ങൾ അല്ലെങ്കിൽ 6000 വർഷങ്ങൾക്ക് ശേഷം 7ാമത്തെ ദിവസമാകുന്ന 7th മില്ലേനിയം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, നമ്മൾ 3rd മില്ലേനിയം എന്ന് വിളിക്കുന്നത്, ഈ 3ാമത്തെ മില്ലേനിയത്തിൽ കർത്താവിന്റെ മടങ്ങുവരവുണ്ടാകും. അത് മില്ലേനിയത്തിന്റെ ആരംഭത്തിലാണോ നടുക്കാണോ അവസാനമാണോ എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഈ മില്ലേനിയം വളരെ പ്രധാനപ്പെട്ട ഒരു മില്ലേനിയമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ മുദ്രകൾ പൊട്ടിക്കുന്ന പറയുന്നുണ്ട്. അവിടെ 7 മുദ്രകളാണ് പൊട്ടിക്കുന്നത്. ആ 7 മുദ്രകൾ പൊട്ടിച്ചു കഴിയുമ്പോൾ ആ പുസ്തകം തുറക്കുമ്പോൾ ആ പുസ്തകത്തിൽ എന്താ ശരിക്കും എഴുതി വെച്ചിരിക്കുന്നത്, ഭൂമിയുടെ അവകാശി ആരാന്നുള്ള അവകാശ തർക്കത്തിന് പരിഹാരം അവിടെ വരുന്നത് ടൈറ്റിൽ ഡീൽ. അതായത്
ഒരു ഡീഡ് മുദ്ര വെച്ച്, അത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നൊക്കെ സംസാരിക്കണം, നമുക്ക് ഇന്ന് അതിലേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ 7th മില്ലേനിയം, സൃഷ്ടിയുടെ 7th മില്ലേനിയം അല്ലെങ്കിൽ 3rd മില്ലേനിയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പ്രോഫറ്റിക്കലി ഇമ്പോർട്ടന്റ് മില്ലേനിയം ആണെന്ന് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ഡേറ്റും സമയം ഒന്നും പറയല്ല കേട്ടോ. പക്ഷെ ഈ മില്ലേനിയം വളരെ പ്രധാനപ്പെട്ട മില്ലേനിയമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ മടങ്ങിവരവ് സംഭവിക്കുന്ന ഒരു മില്ലേനിയമാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും അടിയാനുണ്ടോ? പക്ഷേ തീർച്ചയായിട്ടും, കാരണം ദൈവത്തിന്റെ കണക്കുകൾ ഒരിക്കലും തെറ്റത്തില്ല. നമുക്ക് കർത്താവ് തന്നെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാലങ്ങളെ പലതിനെയും വിവേചിക്കണം. ഒറ്റ കാര്യങ്ങളും ഒരു കാര്യം മാത്രമേ ഉള്ളൂ കർത്താവ് നമ്മളോട് പറയാതെ, എന്ന് മനുഷ്യപുത്രന്റെ വരവ് നടക്കും. ശിഷ്യന്മാർ യോജിച്ചിട്ട് പറഞ്ഞു, അത് രഹസ്യമാക്കി വെച്ചു. അതിന്റെ അടയാളം പറഞ്ഞിട്ടുണ്ട്. അതെ, ഭൂകമ്പം ഉണ്ടാകും, വ്യാധി ഉണ്ടാകും, യുദ്ധമുണ്ടാകും, ക്ഷാമം. അതൊക്കെ കാണുമ്പോൾ ഓർത്തുകൊള്ളുക, മനുഷ്യപുത്രൻ അടുക്ക വാതുക്കലാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, രാജാവായി ഭരിക്കുവാൻ മില്ലേനിയം റൈന് വരുന്ന സംഭവമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ അടയാളങ്ങൾ. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പോലെ ഞാൻ രഹസ്യപരമായി വിശ്വസിക്കുന്ന ആളാണ് പാസ്റ്റർ. അതായത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് തന്നെ സഭയെ ഭൂമിയിൽ നിന്ന് ചേർക്കുന്ന ഒരു രഹസ്യ പ്രത്യക്ഷതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. രഹസ്യ പ്രത്യക്ഷതയ്ക്ക് ഒരു അടയാളവും ഇല്ല. ഇനി എന്തെങ്കിലും അടയാളം നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കാണ്. ഒരിക്കൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ അടയാളങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും എന്ന് വരുമെന്ന്. കാരണം ആന്റിക്രൈസ്റ്റിന്റെ ഭരണമായിട്ടൊക്കെ അതിന് ഒത്തിരി ബന്ധം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാൽക്കുലേഷൻ ഇല്ലാത്ത കാര്യമാണ് യേശുവിന്റെ സീക്രട്ട് കമ്മിങ്, അല്ലെങ്കിൽ കള്ളൻ വരുന്നത് പോലെ വരുന്ന രഹസ്യ വരവ്, സഭയെ ചേർക്കുന്ന വരവ്. ഇത് ഒത്തിരി ചോദ്യങ്ങൾ വരും, ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. പക്ഷെ ഒറ്റ സെഷൻ കൊണ്ട് മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റുമോ? അപ്പോൾ പാസ്റ്ററെ നമ്മൾ പറഞ്ഞു വന്നത് ശബത്ത് അനുഭവത്തിന്റെ ലംഘനത്തിലേക്ക് നമുക്ക് വളരെ വരാം. ദൈവത്തിന്റെ നിയമം എപ്പോഴൊക്കെ തെറ്റിച്ചോ ദൈവം പറഞ്ഞിട്ടുണ്ട് കോൺസിക്വൻസ് ഉണ്ട്. അതെ, അങ്ങനെ ദൈവം ഇവരെ അക്കരെ കൊണ്ടുവരുന്നതിന് മുമ്പേ നിയമവും കൊടുത്തു, നിയമത്തിന്റെ കോൺസിക്വൻസും കൊടുത്തു. അതായത് ലംഘിച്ചാൽ എന്ത് സംഭവിക്കും. ഇവര് ദൈവം അക്കരെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇവര് ചെന്നു. ആദ്യത്തെ വർഷങ്ങളൊക്കെ ദൈവത്തോടുള്ള ഭയങ്കര നല്ല നല്ല നേതാക്കന്മാർ, ലൈക്ക് യോശുവ, അല്ലെങ്കിൽ നല്ല ആൾക്കാരുള്ള സമയം വരെ ദൈവത്തിന്റെ നിയമങ്ങളൊക്കെ ഇവർ പ്രമാണിച്ചു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാത്ത, നിയമങ്ങൾ അറിയാത്ത ഒരു ജനമുണ്ട്. എപ്പോഴും ഓർക്കണം, അറിഞ്ഞില്ലയോ അറിഞ്ഞാലും കോൺസിക്വൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് നിയമം അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തീയെ പോയി പിടിച്ചാൽ കൈ പൊള്ളി. അല്ലല്ല, നിയമം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ലംഘിച്ചിട്ട് നമുക്ക് അതിന് എക്സ്ക്യൂസ് ചെയ്യാം. നമ്മളിപ്പം ഒരു ട്രാഫിക് നിയമം നമുക്ക് അറിയത്തില്ല, പക്ഷെ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ശിക്ഷ അനുഭവിക്കണം. നമ്മൾ എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. എക്സാക്ട്. ഇന്ന് ഒത്തിരി മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ, എനിക്ക് അറിയത്തില്ലായിരുന്നു തീയെ പിടിച്ചാൽ പൊള്ളുവെന്ന്. എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ പോയി തീയെ പിടിക്കുമ്പം അവർ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇത് പൊള്ളുവെന്ന്. അവര് വിശ്വസിക്കാതിരുന്നോ, അല്ലെങ്കിൽ കറണ്ടെ പിടിച്ചാൽ കറണ്ട് പറയത്തില്ല ഈ പ്രാവശ്യം നിന്നെ കറണ്ട് അടിക്കുന്നില്ല. ഇതുപോലാണ് സ്പിരിച്വൽ ലോ. ദൈവത്തിന്റെ ലോ ആര് തെറ്റിച്ചോ, കാരണം സർവ്വഭൂമിക്കും മഹാരാജാവ് ദൈവം. അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയുടെ ലൈഫിൽ പല കോൺസിക്വൻസ് വന്നിരിക്കും. ഇസ്രയേല് എന്ന് പറഞ്ഞ രാജ്യം, ഈ അടുത്ത ദൈവത്തിന്റെ നന്മയെ അറിയാത്ത, നിയമം അറിയാത്ത ഒരു കൂട്ടം തലമുറ വന്നു. ഇവര് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട തെറ്റിച്ചത് ദൈവത്തിന്റെ 7th ആ കോഡിങ് തെറ്റിച്ചു. എന്തോ തെറ്റിച്ച് ദൈവം പറഞ്ഞു 6 വർഷം നിങ്ങള് ദേശത്ത് കൃഷി ചെയ്യണം, 7ാം വർഷം കൃഷി ചെയ്യരുത്. ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ചിന്തിച്ചു, 7ാം വർഷം ഞങ്ങൾ എവിടുന്ന് ആഹാരം കഴിക്കും, അല്ലെ 8ാം വർഷം ഞങ്ങൾ എങ്ങനെ കഴിക്കും? കൃഷി ചെയ്തില്ലേ കഴിക്കാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞു, മന്ന 6ാം ദിവസം കിട്ടിയതുപോലെ 6ാമത്തെ വർഷം ഞാൻ ഭൂമിയോട് കൽപ്പിക്കും, നിങ്ങൾക്ക് ഭൂമി അതിന്റെ ഡബിളും ട്രിപ്പിളും പ്രൊഡക്ടിവിറ്റി തരും. അതാ പറഞ്ഞേക്കുന്ന ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന പ്രമാണം. നിങ്ങളുടെ കളപ്പുരകളുടെ പെരുപ്പം നിമിത്തം പഴയത് നിങ്ങൾ പുറത്തിറക്കേണ്ടി വരും. കാരണം തീരത്തില്ല. ഞാൻ 6ാം വർഷം അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. 6ാം വർഷം ഭയങ്കര പ്രൊഡക്ടിവിറ്റി കിട്ടും. 7ാം വർഷമല്ല 8ാം വർഷം നിങ്ങൾ കൃഷി ചെയ്ത് 9ാം വർഷത്തെ നിങ്ങൾക്ക് കഴിക്കേണ്ടത് വരെ 6ാം വർഷം കിട്ടും. 3 വർഷത്തെ പ്രൊഡക്ടിവിറ്റി കിട്ടും. അതെ. അപ്പൊ ഇവരെന്തോ എടുത്തു, 6ാം വർഷം ഈ പ്രൊഡക്ടിവിറ്റി കണ്ടപ്പോ, ഭയങ്കര ഭൂമി അതിന്റെ ഫലം കൊടുത്തപ്പോ ഇവരോടത്ത് കൊള്ളാമല്ലോ, എന്നാ പിന്നെ 7ാം വർഷം കൂടെ ഒന്ന് കൃഷി ചെയ്താലോ. ഇവർ 7ാം വർഷം ദൈവത്തിന്റെ ശബത്ത് വർഷം തെറ്റിച്ചു. 14, 21, 28, 36 ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രയേല് 490 വർഷം ദൈവത്തിന്റെ ശബത്ത് വർഷം തെറ്റിച്ചു. എന്തുകൊണ്ടാ? നിയമം അറിയാത്തവര് വന്നു. ഈ 490 വർഷങ്ങളാകുന്ന സമയത്താണ്
നമുക്ക് അവിടോട്ട് വരാം. അതിനു മുമ്പ് പാസ്റ്റർ അശൂറിന്റെ കാര്യം, അസീറിയന്റെ കാര്യം പറയണം. 490 വർഷങ്ങൾ കഴിഞ്ഞ് ആ കാലഘട്ടങ്ങളുടെ അവസാനം എത്തുമ്പോഴാണ് ദൈവം ജെറമിയാവിനെ എഴുന്നേൽപ്പിച്ചു. ജെറമിയാവിനെ എഴുന്നേൽപ്പിച്ചു എന്തിനാ? ഈ ജനത്തെ തിരിച്ചു പിടിക്കാനാണ്. എത്രയോ പ്രാവശ്യം വാൺ ചെയ്തു. നമ്മൾ അവിടോട്ട് വരാം. അവിടെ ജെറമ്യാവ് പറയുന്നത്, നിങ്ങൾ ദേശം അതിന്റെ ശബത്തുകൾ അനുഭവിച്ച് കഴിയുവോളം. ഇപ്പൊ ദേശത്തിന്റെ ശബത്ത് എന്തുവാണെന്നറിയാമോ? ഈ വർഷത്തിന്റെ ശബത്താണ്, ദിവസത്തിന്റെ ശബത്തല്ല. ദേശത്തിന്റെ ശബത്ത് എന്ന് പറയുന്നത് ആ 7-ാം വർഷം ദൈവത്തിന്റെ ശബത്ത് വർഷമായിരിക്കും. ദേശം സ്വസ്ഥത അനുഭവിക്കേണ്ടിയ. അതാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ അവിടെ ഒരു പ്രത്യേക റെവലേഷൻ നമുക്ക് പറയാൻ പറ്റും. കാരണം 490 വർഷത്തെ ശബത്ത് എന്ന് പറഞ്ഞാൽ 70 വാർഷിക ശബത്തുകൾ ഇവർ ലംഘിച്ചത്. അത് 70. ആ 70 വർഷം ഇവര് പ്രവാസത്തിൽ പോകേണ്ടി വന്നു. കാരണം 70 വർഷം ദൈവം ദേശത്തിന് ശബത്ത് കൊടുത്തു. കാരണം ബാബിലോൺ പ്രവാസത്തിന്റെ കണക്കതല്ല. 70 വർഷം പ്രവാസത്തിൽ പോകും. 70 പറഞ്ഞത് ഈ പറഞ്ഞ പോലെ 490 വർഷത്തെ മുടങ്ങിയ ശബത്തുകളുടെ ദൈവം ഭൂമിക്ക് അതിന്റെ ശബത്ത് അനുവദിച്ചു കൊടുത്തു. ഇങ്ങനെ വേദോസം പഠിച്ചതിന് രസകരമാണ്. ഞാൻ ഇടയ്ക്ക് പാസ്റ്റർ അസീറിയൻ പ്രവാസത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വന്ന ഞാൻ പഠിച്ച 1-2 സബ്ജക്റ്റോട് പറയാം. ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ പോകണമെന്നുള്ള ദൈവത്തിന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഇഷ്ടമല്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ദൈവം ദേശത്ത് വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ലംഘിക്കുമ്പോൾ, ന്യായപ്രമാണം ലംഘിച്ച് ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് അവരോട് മുന്നമേ ദൈവം പറഞ്ഞിരുന്നു. അടിക്കാനുള്ള വടിയും ദൈവം വരെ കാണിച്ചിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഹിതമല്ലെങ്കിലും പലപ്പോഴും ജനം പ്രമാണം ലംഘിച്ചത് കൊണ്ട് ഈ ജനത്തിന്റെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അതിനകത്ത് വളരെ മേജറായിട്ടുള്ള 2 പ്രവാസങ്ങളാണ് അസീറിയൻ പ്രവാസവും രണ്ടാമത്തേത് ബാബിലോണിയൻ പ്രവാസവും. ഞാൻ ഈ അടുത്ത ദിവസങ്ങൾ അതിനെ കമ്പയർ ചെയ്യായിരുന്നു. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞൊരു കാര്യം, അസീറിയൻ പ്രവാസം ഒരു സാധാരണ സംഭവം പോലെ കഴിഞ്ഞു പോവുകയാണ്. ജനം പ്രവാസത്തിൽ പോകുന്നു, ശിക്ഷ അനുഭവിക്കുന്നു, മടങ്ങി വരുന്നു. പക്ഷേ ബാബിലോണിയൻ പ്രവാസം അങ്ങനെയല്ല. ബാബിലോണിയൻ പ്രവാസമാണ് ശരിക്കും ബിബ്ലിക്കൽ ആ കോഴ്സ് ഓഫ് ഹിസ്റ്ററിയെ തിരിച്ചുവിടുന്നത്. അസീറിയൻ പ്രവാസത്തിന് അങ്ങനെ ഒരു സ്പിരിച്വൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ബാബിലോണിയൻ പ്രവാസത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒന്ന്, ഈ ഞാൻ പറഞ്ഞല്ലോ ദൈവിക പ്രമാണങ്ങളെ ലംഘിക്കുന്നിടത്താണ് പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. ബാബിലോണിയൻ പ്രവാസത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ ജനതയുടെ ഇടയിൽ വലിയ റിവൈവൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് വരത്തില്ല, അങ്ങനെ വിളിക്കത്തില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇനി നമ്മൾ പച്ചമുന്തിരിങ്ങ തിന്ന് നമ്മുടെ മക്കളുടെ പല്ല് പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ജനത മാറി. ഈ ഫരീസിയൻ റിവൈവലൊക്കെ ഉണ്ടാകുന്നത് ബാബിലോൺ പ്രവാസത്തിന് ശേഷമാണ്. ഒരു വലിയ അതുകൊണ്ടാണ് സത്യത്തിൽ ഈ പരീശന്മാര് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ന്യായപ്രമാണം പ്രമാണിക്കണമെന്ന് ഉത്സാഹിച്ചത്. കാരണം ഇനിയും നമുക്കൊരു അബദ്ധം പറ്റാൻ പാടില്ല. ചതുകുപ്പ, കടുക്, ഇതിന്റെ ഒക്കെ പ്രധാനം കൊടുക്കാൻ കാരണം എന്താ? ചെറിയ കാര്യത്തിൽ പോലും ഇനിയും നമുക്ക് അബദ്ധം പറ്റി നമ്മുടെ മക്കൾ പ്രവാസത്തിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇസ്രായേൽ ജനത പലപ്പോഴും പല നിയമലംഘനങ്ങൾ നടത്തിയത് മാത്രമല്ല, കനാനിൽ വന്ന് കനാനിലെ ദേവീദേവതകളെ ആരാധിച്ച് ദൈവിക പ്രമാണത്തെ ലംഘിച്ച് ജീവിച്ചപ്പോൾ, വിഗ്രഹാരാധനയിലേക്ക് ആ ജനത മുഴുവൻ പോയപ്പോൾ, അങ്ങനെ പ്രവാസത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നുവെങ്കിൽ ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം ഒരിക്കൽ പോലും ഇവർ ആ ഒരു നിലവാരത്തിലേക്ക് പോയിട്ടില്ല. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ദേശങ്ങളിലെ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവർ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല. ശരിക്കും ഒരു പാഠം പിടിച്ചെന്ന് പറയും. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഞാൻ പറഞ്ഞല്ലോ അസീറിയൻ പ്രവാസം ഒരു സാധാരണ സംഭവം പോലെ കഴിഞ്ഞു പോയെങ്കിൽ ബാബിലോണിയൻ പ്രവാസം അങ്ങനെയല്ല. ബാബിലോണിയൻ പ്രവാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവാചകന്മാർ ഒത്തിരി എഴുന്നേറ്റത്. എസ്കേലിനെ പോലെ, ദാനിയേലിനെ പോലെ, സക്രിയാവിനെ പോലെ ഒത്തിരി ഭാവികാല എസ്കറ്റോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഭാവികാല ശാസ്ത്രം, ദാനിയേൽ ഭാവികാല ശാസ്ത്രവുമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള പ്രവാചകന്മാർ എഴുന്നേറ്റത് ബാബിലോണിയൻ പ്രവാസവുമായിട്ടുള്ള ബന്ധത്തില്ല. വേദപുസ്തകത്തിലെ നല്ലൊരു ഭാഗം പ്രോഫറ്റിക് ബുക്സും വലിയ വെളിപ്പാടുകളും കണ്ടിട്ടുള്ളത് ജെറുസലേം പട്ടണത്തിലല്ല, ബാബിലോണിലാണ്. ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയാം, അതിൻ്റെ കാരണമുണ്ട്. ബാബിലോൺ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയത് തെക്കൻ രാജ്യമാകുന്ന ചെറിയ രാജ്യമാകുന്ന യഹൂദ്യ, അതായത് 2.5 ഗോത്രമുള്ള യഹൂദ്യയും ബെഞ്ചമിനും മനശ്ശ പകുതി ഗോത്രവുമുള്ള 2.5 ഗോത്രമുള്ള ജുഡയ എന്ന് പറയുന്ന തെക്കൻ രാജ്യത്തെയാണ് നെബൂഖദ്നേസർ പിടിച്ചോണ്ടുപോയത്. അസീറിയയിലേക്ക് പിടിച്ചോണ്ടുപോയത് കൂടുതലും ഇസ്രായേലായിരുന്നു, വടക്കൻ രാജ്യം. ആ 10 ഗോത്രങ്ങളുടെ വടക്കൻ രാജ്യത്തെയായിരുന്നു. അപ്പൊ ഒരു പ്രശ്നം, ഈ വടക്കൻ ഗോത്രങ്ങൾക്കൊന്നും ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ ദൈവമില്ലാത്തവനെ പിടിച്ചോണ്ടുപോയി ശിക്ഷിച്ചു, കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വിട്ടു. പക്ഷേ യഹൂദ്യ എന്ന് പറയുന്ന രാഷ്ട്രം അങ്ങനെയല്ല. യഹൂദന്മാരുടെ ഇസ്രായേലിന്റെ ആത്മീയ ആ ഒരു ലെഗസിയെ സൂക്ഷിക്കുന്ന, അതിന്റെ പ്രമാണത്തെ സൂക്ഷിക്കുന്ന,
അതിനെക്കുറിച്ച് അറിയുന്ന ഒരു ജനത പ്രവാസത്തിലേക്ക് പോയപ്പോൾ ആ ജനതയെ കൊണ്ട് യഹൂദി എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, അല്ല എങ്കിൽ പ്രവാചകന്മാരുള്ള ദേശം, അല്ല എങ്കിൽ പുരോഹിതന്മാരുള്ള ദേശം, ആ ദേശം പ്രവാസത്തിലേക്ക് പോയപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തെ മാറ്റുവാൻ ആ പ്രവാസത്തെ ദൈവം ഉപയോഗിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബാബിലോൺ പ്രവാസത്തിൽ ഒത്തിരി പ്രോഫറ്റിക് മെസ്സേജസ് വരുന്നു, ഒത്തിരി ദർശനങ്ങൾ കാണുന്നു, ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒത്തിരി പുസ്തകങ്ങൾ ആ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്നു. ഇതിന്റെ ഒരു ഒബ്സർവേഷൻ ആകട്ടെ, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഭയങ്കര നമ്മൾ ഈ പോസിറ്റീവായിട്ട് പറയുന്നത് മഹത്വകരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭയങ്കര ഒരു സ്പിരിച്വൽ എക്സ്പ്ലോഷൻ നടന്ന ഒരു സമയമായിരുന്നു ബാബിലോണിയ പ്രവാസം. കാരണം അവിടെ വെച്ചാണ് ഇവൻ ഗവൺമെന്റ്, ഭൂമിയിൽ വരാൻ പോകുന്ന ഗവൺമെന്റുകളെ മൊത്തം ദൈവം അഞ്ചായിട്ട് തിരിക്കുന്നത്. തങ്കം കൊണ്ടുള്ള തല. നെബൂഖദ്നേസർ കാണുന്ന ദർശനങ്ങളും ദാനിയേൽ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളും ഇന്നും മനുഷ്യനെ അണ്ടർസ്റ്റാൻഡ്, ഗ്രഹിക്കാൻ പറ്റാത്തത്ര ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പ്രവചിക്കുന്നു എന്ന് പറയത്തക്കണം വലിയ പ്രവചനങ്ങളാണ് നമുക്ക് കാണുന്നത്. എനിക്കൊന്ന് പ്രശ്നം, നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു സെഷനായിരുന്നു. ട്രെയിനിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്തത്, പ്ലാൻഡ് അല്ല. നിങ്ങൾ ഇന്ത്യയിൽ ഞങ്ങൾ രണ്ടുപേരോട് കൂടി ഡ്രാമ കളിക്കുന്ന ഇറ്റ്സ് എ ഗോഡ് ഡിവൈൻ ഓർഡൈൻഡ് ഗോഡ്സ് പ്രോഗ്രാം, ദൈവത്തിന്റെ പ്രോഗ്രാമാണ്. എല്ലാവരോടും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ശനിയാഴ്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. കർത്താവ് അനുവദിച്ചാൽ പാസ്റ്ററുടെ പട്ടണമാകുന്ന ബാംഗ്ലൂരിൽ ഞാൻ ശനിയാഴ്ചയുണ്ട്. ശനിയാഴ്ച നമ്മുടെ ബാംഗ്ലൂരിലെ ജെഫിൻ പാസ്റ്ററുടെ ചർച്ചിന്റെ ഇനാഗുറേഷനാണ്. അവിടെ ഉണ്ടാകും. 2 ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് ഡോണയും ഡാനിയും സാൻഡിയും എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.